ബാംഗ്ലൂർ വന്നിട്ട് ഇത് ഒത്തിരി വർഷമായെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിട്ട് കുക്കിംഗ് പരിപാടികളിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. ഈ വർഷം 1-ാം തീയതി തന്നെ ഞങ്ങൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറി. പക്ഷേ 10-15 ദിവസമായിട്ട് വെള്ളവും ഗ്യാസും ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുക്കിംഗ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടുണ്ടായില്ല. പക്ഷേ നമ്മൾ 10-15 ദിവസം കണ്ടിന്യൂസ്ലി ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ കഴിച്ച് നമുക്ക് നാടൻ ഫുഡ് കഴിക്കാനുള്ള ഭയങ്കര കൊതിയായിരുന്നു. സോ അപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് എപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും മത്തൻ കറിയും പയറും വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. കാരണം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വഴുതനങ്ങ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള സംഭവമല്ല, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ. അപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി കൂടെ കൂട്ടിയതാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ വലുതായി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കാനേ പോകുന്നില്ല എന്ന്. 4 വർഷം മുന്നേ ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ രാവും പകലും കുറുക്കുറയും ബോർബണും ലേസും മാഗിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കൂടാതെ ഞാൻ ഡെയിലി അമ്മേനെ വിളിച്ചിട്ടും അമ്മേ മോരുകറി എങ്ങനെ ഉണ്ടാക്കാം, പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാം ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. കുക്കിംഗ് അത്ര ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. പക്ഷേ ഭയങ്കര കൊതിയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ കുക്ക് ചെയ്യാതെ നമുക്ക് നിവർത്തിയില്ലല്ലോ. ഞങ്ങളെപ്പോലെ പുറത്തൊക്കെ താമസിക്കുന്നവരുടെ ഏറ്റവും വലിയ റിലീഫ് ചോദിക്കുമ്പോൾ പിന്നെയും റെസിപ്പീസൊക്കെ പറഞ്ഞു തരുന്ന അമ്മമാർ തന്നെയാണ് കേട്ടോ.